മറ്റൊരു പ്രധാന വാർത്ത ഇന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത് കഴിഞ്ഞ കുറേ ദിവസമായ അന്തരീക്ഷത്തിലുള്ള വാർത്തയാണ്. SFIOയുടെ കേരളത്തിലെ റെയ്ഡുകൾ. രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഇതിനകം റെയ്ഡ് നടത്തി. വീണയെ ചോദ്യം ചെയ്യുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ നിർണായക നീക്കത്തിനൊരുങ്ങുകയാണ് അന്വേഷണ സംഘമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. KSIDC ആസ്ഥാനത്തെ പരിശോധനയ്ക്ക് പിന്നാലെ വീണ വിജയനെ സംഘം അടുത്ത ദിവസം തന്നെ ചോദ്യം ചെയ്തേക്കുമെന്നും വിവരമുണ്ട്. ഇതിനിടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള എക്സാലോജിക് ഹർജി കർണാടക ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ടോം കുര്യാക്കോസ് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ടോം, വീണ വിജയനെ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്കറിയാം KSIDCയിൽ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ പശ്ചാത്തലമുണ്ട്. കർത്തായുടെ കമ്പനിയിൽ പരിശോധനകൾ നടത്തി രേഖകൾ പിടിച്ചെടുത്ത സാഹചര്യമുണ്ട്. ഇനി എക്സാലോജിക്കിൻ്റെ ഒരേ ഒരു ഉടമയായ വീണ വിജയനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവരുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട അന്വേഷണ മാർഗം. അത് എപ്പോഴുണ്ടാകുമെന്നുള്ളതാണ് തലസ്ഥാനമടക്കം കാത്തിരിക്കുന്നത്. എവിടെ വെച്ചുണ്ടാകുമെന്നതും നിർണായകമാണ്. കാരണം AKE സെൻ്ററുണ്ട്, ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിൻ്റെ വസതിയുണ്ട്, ക്ലിഫ് ഹൗസ് ഉണ്ട്. അതോ അവിടെയൊന്നും അല്ലാത്ത മറ്റൊരു കേന്ദ്രമുണ്ടോ എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ മാധ്യമങ്ങളിലുണ്ട്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ഈ ഘട്ടത്തിൽ, ടോം? രഞ്ജിത്ത്, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന് കരിമണൽ കമ്പനിയായ CMRL 1,72,00,000 രൂപ മാസപ്പടിയായി 2016 മുതലുള്ള കാലയളവിൽ നൽകിയെന്ന കേസുമായി ബന്ധപ്പെട്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഇപ്പോൾ നടപടിയുമായി മുന്നോട്ട് നീങ്ങുന്നത്. അതായത് BJP നേതാവ് ഷോൺ ജോർജിന്റെ പരാതിയിൽ കഴിഞ്ഞ മാസം ജനുവരി 31-ാം തീയതിയാണ് SFIO കേസ് ഏറ്റെടുക്കുന്നത്, കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുന്നത്. അതിന്റെ തുടർച്ചയായും CMRLന്റെ, അതായത് കരിമണൽ കമ്പനിയായ CMRLന്റെ ആലുവയിലെ ആസ്ഥാനത്ത് കഴിഞ്ഞ 2 ദിവസം റെയ്ഡ് നടത്തിയിരുന്നു. അതിന് പിന്നാലെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള KSIDCയുടെ തിരുവനന്തപുരത്തെ ആസ്ഥാനത്തും പരിശോധന നടത്തിയിരുന്നു. ഈ 2 പരിശോധനയിൽ നിന്നും അക്കൗണ്ട് വിവരങ്ങൾ അടക്കമുള്ള രേഖകൾ SFIO പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ്, അതായത് ഈ കേസിൽ പ്രധാനമായും SFIO അന്വേഷണ പരിധിയിലുള്ളത് CMRL, KSIDC, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്, ഈ 3 കമ്പനികളാണ്. അതായത് ഈ നിലവില് CMRLിലും KSIDCയിലും അവരുടെ പരിശോധന നടന്നു. അതിന്റെ തുടർച്ചയായി ഇനി SFIOയുടെ നീക്കം മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ എക്സാലോജിക്കിലേക്ക് ഈ 1,72,00,000 രൂപ എത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഉടൻ തന്നെ ഈ കമ്പനിയുടെ ഏക മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള വീണ വിജയനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് SFIO. ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകും. അതൊരു പക്ഷേ രഞ്ജിത്ത് ചോദിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ വസതിയായിട്ടുള്ള ക്ലിഫ് ഹൌസിലോ അതല്ലെങ്കിൽ വീണ വിജയന്റെ ഭർത്താവിന്റെ ഔദ്യോഗിക വസതിയിലോ ആയിരിക്കാം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ഉണ്ടാകും. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ എക്സാലോജിക്കെതിരായ അന്വേഷണം, SFIOയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എക്സാലോജിക്ക് വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിലേക്ക് ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ ആ ഹർജി പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷെ CPM ഒരു വശത്ത് പറയുന്നത് അന്വേഷണം നടക്കുന്നത് അതൊരു രാഷ്ട്രീയ വേട്ടയാടലാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ വേട്ടയാടലാണ്, BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും രാഷ്ട്രീയ വേട്ടയാടലാണ്. അത് ആ വഴിക്ക് അന്വേഷണം നടക്കട്ടെ എന്ന് CPM നിലപാടെടുത്ത അതേ സാഹചര്യത്തിൽ തന്നെയാണ് നിയമ നടപടിയുമായി ഈ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസം KSIDC കേരള ഹൈക്കോടതിയെ ഈ അന്വേഷണം, KSIDCക്കെതിരായ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ആ ആവശ്യം, KSIDCയുടെ ആവശ്യം പൂർണ്ണമായും തള്ളുകയായിരുന്നു ഹൈക്കോടതി. ഇനി എന്തായിരിക്കും വീണ വിജയന്റെ ഹർജിയിന്മേൽ കർണാടക ഹൈക്കോടതിയുടെ നിലപാട് എന്തായിരിക്കും? അതിന് അനുസരിച്ചായിരിക്കും SFIOയുടെ തുടർ നീക്കങ്ങൾ. ഏതായാലും അതും നിർണായകമാണ്. കാരണം കേരള ഹൈക്കോടതിയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമുണ്ട്. പക്ഷേ കർണാടക ഹൈക്കോടതിയെ, അവിടെ നമുക്കറിയാം കർണാടകയിലാണ് ആ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, കർണാടക ഹൈക്കോടതി എന്ത് തീരുമാനിക്കുമെന്നത് പ്രധാനമാണ്. അന്വേഷണം ഏതായാലും SFIO തുടരുകയാണ്. 2 പ്രധാനപ്പെട്ട കമ്പനികളിൽ റെയ്ഡ് കഴിഞ്ഞു. ഇനി എക്സാലോജിക്കിലുള്ള പരിശോധന മാത്രമാണ് ബാക്കിയുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായി അതും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഏത് നിമിഷവും. നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക്